ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു സയൻസ് ക്ലാസ് ആയിരുന്നു ഇന്റർസ്റ്റെല്ലാർ. വൺ ഓഫ് ദ പെർഫെക്റ്റ് ഫിലിം എവർ മേഡ് ഇൻ ഹിസ്റ്ററി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഒരു സയൻസ് ക്ലാസ് ആയിരുന്നു എന്ന്, അതേപോലെ തന്നെയായിരുന്നു അതിന് കാരണങ്ങളും ഒരുപാടായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ വീഡിയോയിൽ ഇന്റർസ്റ്റെല്ലർ എന്ന ഫിലിമിനകത്ത് കാണിച്ച ഒരു കഥ എന്താണെന്ന് പറഞ്ഞു തരിക. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച സയൻസിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്ന ഈ രണ്ട് സെഗ്മെന്റിലായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് കൂപ്പറിനെ കാണിക്കുകയാണ്. കൂപ്പർ നാസ ഓർഗനൈസേഷനിലെ എയർക്രാഫ്റ്റ് എല്ലാം ഓടിച്ചിരുന്ന ഒരു പൈലറ്റായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കൂപ്പർ. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു കൃഷിയാണ്. ഇദ്ദേഹം മാത്രമല്ല, ലോകത്തുള്ള ഭൂരിഭാഗം പേരും അവരുടെ ജോലിയെല്ലാം ഒഴിവാക്കി ഇപ്പൊ കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി മെല്ലെ മെല്ലെ ഇല്ലാതാവാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുഡിനെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രമാണ് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മാസീവ് വൈറൽ ഡിസീസ് നമ്മുടെ ഭൂമി ബാധിക്കുന്നു. ലൈക്ക് കൊറോണ വൈറസ് പോലെ തന്നെ ആ വൈറസ് അഫക്ട് ചെയ്തത് മനുഷ്യരെയല്ല, പകരം ചെടികളെയാണ്. ബ്ലൈറ്റ് ബേസിക്കലി ഇതൊരു നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതെന്താണ്, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, അല്ലെങ്കിൽ എന്താണെന്ന് ഇതുവരെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുന്നു. ഈ ബ്ലൈറ്റ് മെല്ലെ മെല്ലെ അഫക്ട് ചെയ്ത് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് എന്ന് പറഞ്ഞ സകലമാന പച്ചക്കറി തന്നെ ഇല്ലാതാക്കിയ ശേഷം അവസാനം അവശേഷിച്ച് നിൽക്കുന്നത് കോൺസ് മാത്രമാണ്, അതായത് ചോളം. സോ ഇപ്പോൾ ഭൂമിയിലുള്ള ഒട്ടുമിക്ക പേരും ആശ്രയിക്കുന്നത് ഈ ഒരു കോൺസിനെയാണ്. ആൻഡ് അത് മാത്രമല്ല, ഭൂമി പിടിച്ചു നിർത്താനുള്ള ആ ഒരു ചെടികളില്ലാത്തതിനെ തുടർന്ന് ഭൂമിയുടെ പ്രതലം ഭയങ്കരധികം ഡ്രൈ ആയിട്ട് മാറുന്നു. സോ അതുമൂലം ചെറുതായിട്ടൊരു കാറ്റടിച്ചാൽ പോലും മാസീവായിട്ട് ഡസ്റ്റ് ആണ് ഇങ്ങനെ നടക്കുന്നത്. വീടിനകം ഡെയിലി അടിച്ചാൽ മാത്രമാണ് പൊടി പോകുമെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഡെയിലി എന്നല്ല, ഒരു കാറ്റടിച്ചാൽ അത്രയധികം മണ്ണാണ് വീടിനുള്ളിൽ കയറുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇങ്ങനെ ഗ്ലോബലി ഭയങ്കരധികം ബാധിക്കപ്പെട്ട ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഈ ഒരു ഭൂമിയുള്ളത്. കൂപ്പറിന് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ടോം, രണ്ടാമത്തെ മകൾ മെർഫി. മെർഫിക്ക് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം സംഭവിക്കുന്നുണ്ട്. അതായത് അവളുടെ റൂമിലുള്ള ബുക്ക് ഷെൽഫിലെ ബുക്സ് എല്ലാം തന്നെ താഴോട്ട് വീഴുന്നു. എന്തൊക്കെയോ ആരും അവളോട് സംസാരിക്കാൻ തോന്നുന്ന പോലെയൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. സോ അങ്ങനെ സംഭവിക്കുന്നത് കാണുമ്പോൾ അവളുടെ റൂമിൽ ഗോസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ചെറിയ കുട്ടിയല്ലേ, ഇവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂപ്പറും അതിനെ സില്ലിയായിട്ട് തള്ളിക്കളയുന്നു. സോ അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ കൂപ്പറും കൂടാതെ ടോമും മെർഫിയും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ടയർ പഞ്ചറാവുന്നു. ദെൻ അവർ ഇറങ്ങി ആ ഒരു ടയർ ഇങ്ങനെ മാറുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എയർക്രാഫ്റ്റ് ഡ്രോൺ വന്നിട്ട് ഇവരുടെ അടുത്തോട് തൊട്ടില്ല എന്ന വണ്ടിയിൽ സ്പീഡിൽ പോകുന്നത് ഇവർ കാണുന്നു. അത് കണ്ടതും കൂപ്പർ മക്കളോട് എല്ലാവരും വേഗം വണ്ടിയിലോട്ട് കയറി നമുക്കിപ്പോൾ പോകണം എന്ന് പറഞ്ഞ് ആ ഒരു പഞ്ചറായ ടയറും വെച്ച് തന്നെ ഭയങ്കര സ്പീഡിൽ ആ ഒരു ഡ്രോണിനെ ചേസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഡ്രോണും ഭയങ്കരധികം സ്പീഡിൽ പോവുകയാണ്. അതിന് പിന്നാലെ ഇവർ റോട്ടിൽ കൂടെ ആ ഒരു വണ്ടിയിലും പൊക്കോണ്ടിരിക്കുന്നു. അറ്റ് സം പോയിന്റ് ആ ഒരു ഡ്രോൺ ദിശ മാറി സൈഡിലേക്ക് പോകുന്ന സമയത്ത് നേരെ പോയി പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഒന്നും നോക്കിയില്ല, നേരെ ആ ഒരു ചോളം കൃഷി ചെയ്ത് അങ്ങോട്ട് തന്നെ വണ്ടി കയറ്റി വിട്ടു പോവുകയാണ്. ചോളം ഇല്ലാതാവുന്നതിനെ പറ്റി നമ്മുടെ കൂപ്പറിന് ഒരു ചിന്തയും ഇല്ല. ഹേ ടോം, നീ സ്റ്റിയറിംഗ് പിടിക്കുക, ഞാൻ പിടിക്കുക, എന്നെ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ടോമിനോട് വണ്ടി ഓടിക്കാൻ വേണ്ടി കൂപ്പർ ആവശ്യപ്പെടുന്നു. ടോം വണ്ടി നിർത്തത്, നിനക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റും അത്രയും സ്പീഡിൽ നീ കറക്റ്റായിട്ട് അവന്റെ പിന്നാലെ തന്നെ പോകുമെന്ന് പറഞ്ഞ് അവനോട് പറയുന്നു. ടോമും ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു. അറ്റ് സം പോയിന്റ് ആ റോഡും തീർന്നു പോകുക. അച്ഛാ ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. അച്ഛാ ഒരു മിനിറ്റ് ഇങ്ങ് നോക്കിയേ. ഒരു മിനിറ്റ് ടോം, ഞാൻ ഇപ്പൊ കൺട്രോൾ